എടി ഇവിടെ നിന്ന് വായിക്കൊരു സുഖമില്ല. നമ്മുടെ റൂമിൽ പോയി വായിക്കാം. ഇത്രല്ലോ ആ തള്ളച്ചും പിള്ളേരും കൂടെ കണ്ട് വന്നു കഴിഞ്ഞാലേ പിന്നെ അത് സീനാവും. ആ തള്ളച്ചും പിള്ളേരും കാണുന്നേക്കാളും പ്രശ്നമാണ് ആ ചാരു ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർത്ത് കളയവള്. മറ്റേ അന്നത്തെ സംഭവം. ഹലോ ഹലോ, എന്താണ് എന്താണ്? നീ കൈ നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാ? സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കണമെന്നുണ്ട്. എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതൊക്കെ? ഇവക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. മൈൻഡ് റീഡിങ് വരെ അറിയാം. പൊളിയാട്ടോ. എന്നാ എന്റെ ഒന്ന് കൈ നോക്കിട്ട് പറ. എന്റെ ഫ്യൂച്ചർ പറ. ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചർ നന്നായിട്ട് നിന്റെ ഫ്യൂച്ചർ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ എത്തിക്സിന് പറ്റൂല. എന്താ? ഫ്യൂച്ചർ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റൂല. എന്താ കുഴപ്പമില്ല, പാസ്റ്റ് ഇപ്പല്ല കാര്യം പറഞ്ഞാൽ മതി. അത് ഇപ്പം ശരിക്കത്തില്ല. നീ സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്കൊരു പ്രണയം ഉണ്ടായിരുന്നില്ലേ? അതിപ്പം അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. ആ തോക്കിക്കറി ഇവിടേക്കത്തെ ബാക്കി കൂടി ഞാൻ പറയട്ടെ. നീ അവനെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ടല്ലേ? നിങ്ങൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? എവള് ഞാൻ നിർത്തിട്ട് പോകും കേട്ടോ. അവന്റെ പേര് അമൽ എന്നായിരുന്നോ? അതെ. ഇതൊക്കെ നിങ്ങക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ടോ? എടി അതൊക്കെ കയ്യിൽ എഴുതി വെച്ച പോലെ ഉണ്ട്. ഇത് കണ്ട രേഖ ഇങ്ങനെ തെളിഞ്ഞ് കാണിക്കും. സ്റ്റെഫി പുലിയല്ലേ? ചില്ലറ കാര്യമൊന്നുമല്ല. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോളൂ. ഈ ഒരു മഹാസംഭവം തന്നെ കേട്ടോ. ഇതൊക്കെ എന്ത്, ഇതൊക്കെ നിസാരം. പിന്നെ പിന്നെ ഈ അടുത്തേ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം നടന്നായിരുന്നോ? എന്ത് പ്രശ്നം? അച്ഛനും അമ്മയായിട്ട് വല്ലോ? അതിൻ്റെ പേരില് അവര് തമ്മിൽ നല്ല അടിയായി. അത് നിന്നെ വിളിച്ച് അവരറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടല്ലേ നീ ബർത്ത്ഡേക്ക് വീട്ടിൽ പോവാഞ്ഞേ? എടി കരയണ്ടടി. ദിവ്യ കരയാനൊന്നും പറഞ്ഞല്ലോ. മോളെ അതെ അതെ ഞാനൊരു കാര്യം പറയട്ടെ. ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ? ഞങ്ങള് രാവിലെ വരുന്ന വഴിക്ക് ആ സിറ്റ് ഔട്ടിലിരുന്ന ഞങ്ങളൊരു കൗതുകത്തിന് വെറുതെ അങ്ങനത്തെ കുഴപ്പമായോ? ഇച്ചിരി മോശമായിപ്പോയി.